ഓരോ മനുഷ്യരും ആ പുസ്തകം തിരഞ്ഞെടുക്കാൻ ഓരോ കാരണങ്ങളുണ്ടാവും. കുറച്ചുകൂടി പുതിയ കാലത്തെ എഴുതിയിരുന്നെങ്കിൽ മേ ബി ഇതിലേറെ ആളുകൾ വായിക്കപ്പെട്ടേക്കാം എന്നുള്ളത്. എല്ലാ കാലത്തും ഇമോഷൻസ് സെയിമാണ്, കമ്മിറ്റ്മെൻറ്റ് സെയിമാണ്. 2K കിഡ്സ് അധികം വായനയിലേക്ക് വരുന്നില്ല. അവർ മറ്റൊരു ലോകത്തിലിങ്ങനെ കിടന്ന് കളിക്കുന്നൊരു സംഭവമാണ് പറയുന്നത്. അപ്പോൾ നസീഫിന് എന്താണ് തോന്നിയിട്ടുള്ളത്? ഒരു പക്ഷേ നിനക്ക് മുമ്പേ ഞാൻ അദീജയെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇഷ്ടമെന്ന് തോന്നിയൊരു തോന്നൽ പോലും എനിക്ക് ഇതിനോടുണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് കഠിനകടോരാണ് ഏറ്റവും കൂടുതൽ. കഠിനകടോരത്തിൽ ജഹാന് പാടിയൊരു പാട്ടുണ്ട്. മേ ബി ആ പാട്ടുകൾ ഞാൻ കേട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസൊക്കെ ഞാൻ എടുക്കുന്നത് ആ പാട്ടുകൾ കേട്ടിട്ടാണ്. ഇപ്പോഴും തുടക്കത്തിലുള്ള വായനക്കാർ എനിക്കൊരു മെസ്സേജ് ആയിരിക്കും, അബൂഖാനെ നമുക്ക് കെട്ടിക്കണ്ടേ, കുൽസുനെ നഴ്സറി ചേർത്തോ, അതുപോലെ ആമിനെ ഇങ്ങനെ വിട്ടാൽ മതിയോ. ചിതലകൾ എന്ന് പറയുന്ന ഒരു പേജിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ആ ഒരു പേരിൻ്റെ ഉത്ഭവം, അതൊക്കെ എന്താണ്? നിങ്ങൾ മോശമാണെങ്കിൽ ഞാനും മോശമാണ്, നിങ്ങൾ നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനും നല്ലതാണ്. സാഹിത്യപരമായിട്ട് മീൻസ് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ശരിക്കും എനിക്ക് അപ്പം തോന്നിയത് അതാണ്. പറ്റിക്കപ്പെടുമ്പോൾ നമ്മൾ ചെറുതായി പോകുന്നുണ്ട് എന്നുള്ള തോട്ട് ശരിക്കും എനിക്കില്ല. ഞാൻ അപ്പോഴും വിചാരിച്ചത് ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വല്ല സ്പാം ആയിരിക്കും. കാരണം DC ഇങ്ങനെയാണോ ഒരാളെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട്. കാരണം എന്തുകൊണ്ടായിരിക്കും അവർ കണക്ട് ചെയ്തിട്ടുള്ളത്? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്ന ഒരു കാര്യം DC എങ്ങനെ പുസ്തകം പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. പകരം വെക്കാനാവാത്ത മനുഷ്യരുണ്ടാകും ജീവിതത്തിൽ. ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളും പകരം വെക്കാനാകാത്ത മനുഷ്യനാവുക എന്നത് മാത്രമാണ് ആ മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് യുവാക്കളുടെ ഇടയിൽ ഹരമായി മാറിയ ഒരു പുസ്തകമാണ് ഖദീജ. ഖദീജ എഴുതിയ നസീഫ് കലയത്താണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി വന്നിട്ടുള്ളത്. നമസ്കാരം നസീഫ്. നമസ്കാരം. നസീഫ്, ഞാൻ തുടക്കത്തിൽ വായിച്ചു, നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പകരം വെക്കാനാവാത്ത ഒരാളായി മാറുക എന്നുള്ളത്. എന്താണ് ഈ ഒരു പുസ്തകം? പകരം വെക്കാനാവാത്തൊരു പുസ്തകമാണോ ഇത്? പകരം വെക്കാനാവാത്ത പുസ്തകം എന്നുള്ളത് അത് വായിക്കുന്ന ആളുകൾക്കനുസരിച്ചിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വായനക്കാരാണ് ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തിൻ്റെ പോലും എൻഡ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓരോ വായനക്കാരും അതെങ്ങനെ എടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ പുസ്തകത്തിൻ്റെ വിജയം. ഇപ്പോൾ ഒരു സിമ്പിൾ വരികയാണെങ്കിൽ പോലും അത് വായനക്കാരൻ അങ്ങനെ എടുക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കുക. അത് ഓഫ് കോഴ്സ് ഒരു വരി നമ്മുടെ സിറ്റുവേഷനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് അത് വായനക്കാരന് കൂടുതൽ കിട്ടുന്നുണ്ടാവുക. സോ അങ്ങനെ നോക്കുമ്പോൾ പുസ്തകം പകരം വെക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഓരോ വായനക്കാരനനുസരിച്ചും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നസീഫ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ പുസ്തകം നിങ്ങളെക്കൊണ്ട് വായിപ്പിക്കാൻ തോന്നിപ്പിച്ച ആ ഒരു തോന്നലിന്, ആ ഒരു കാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു എന്നുള്ളത്. വളരെ എളിമയോടെയാണ് ഈ ഒരു തുടക്കം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു തുടക്കമൊക്കെ കൊടുക്കുന്നത്? അത് വളരെ സിമ്പിളാണ്. സത്യത്തിൽ ഈ പുസ്തകം DC എത്തുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട്, ആളൊരു ഫുഡ് വ്ളോഗറാണ്, അപ്പോൾ അക്രം എന്ന് പറയും. സോ ആളോട് ഞങ്ങളിങ്ങനെ മുമ്പ് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളൊരു യാത്രയിലാണ്. ഞാൻ പുസ്തകത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി നോക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അവൻ എന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൾ അങ്ങനത്തെ ഒരു മനുഷ്യനും കൂടിയാണ്. സോ ആ സമയത്ത് എനിക്കൊരു 60K 65K ഒക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. സോ ഞാനൊരു പുസ്തകം സെൽഫായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പേര് വായിക്കും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. സോ സ്വാഭാവികമായിട്ടും അവരെന്നെ പറയും, ഒരു 1000 പേരൊക്കെ ഈ 65,000 പേരിന്ന് വായിക്കുന്നുണ്ടാവില്ലേ. സോ ആ 1000 പേരുടെ കാരണം മേ ബി ഞാൻ മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന ചിതലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പേജായിരിക്കാം. സോ ആ ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് എഴുതിയ എഴുത്തുകളാണ് ഈ പുസ്തകം എടുക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ ആ കാരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷേ ഈ പുസ്തകം എടുക്കാൻ ഒരുപാട് പേർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആ പുസ്തകത്തിൻ്റെ കവർ പേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് കവർ പേജ് ഡിസൈൻ ചെയ്തത് DC ഭാഗത്തു നിന്നുള്ള ഒരു ഒരു ഡിസൈനറാണ്. ഞാൻ എൻ്റെ എഡിറ്ററോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാവിധ അന്വേഷണങ്ങളും അദ്ദേഹത്തെ അറിയിക്കണം എന്നുള്ളത്. കാരണം ഓരോ മനുഷ്യരും ആ പുസ്തകം തിരഞ്ഞെടുക്കാൻ ഓരോ കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ പ്രിയപ്പെട്ട മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ആരോ ചെയ്ത റീലിൻ്റെ ഭാഗമായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ഇടലിൻ്റെ ഭാഗമായിരിക്കാം, ചിലപ്പോൾ എൻ്റെ തന്നെ എഴുത്തുകൾ കണ്ടിട്ടായിരിക്കാം. സോ ആ ഒരു കാരണം എന്താണെന്നറിയില്ല, ആ ഒരു തോന്നൽ മേ ബി ആ പേര് കൊണ്ട് എടുത്തവർ പോലും ഉണ്ട്. സോ ആ ഒരു തോന്നലിന് ഫസ്റ്റ് നന്ദി പറയണം എന്ന് തോന്നി.
ഓക്കെ, നമുക്ക് ചിത്രകളിലേക്കൊക്കെ പോകാനുണ്ട്. അതിന് മുൻപ് പുസ്തകത്തെക്കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു പുസ്തകം എപ്പോഴാണ് ഒന്ന് വൈറലായി തുടങ്ങുകയാണ് എന്ന് മനസ്സിലായത്? ഏകദേശം ഫെബ്രുവരി 14-നാണ് പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്ത പുസ്തകമാണ്. സോ ഞാൻ ഏകദേശം ദുബായിലേക്ക് വന്ന് ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ് പുസ്തകം റിലീസാകുന്നത്. സോ അത് കഴിഞ്ഞ ഉടനെ തന്നെ നോമ്പ് വന്നു. സോ 14-നൊക്കെ റിലീസായിട്ടുണ്ടെങ്കിലും ഒരു 20-21 ആയപ്പോഴാണ് സ്റ്റോറിലേക്കൊക്കെ എത്തി തുടങ്ങിയത്. പലരും ഞാൻ കവർ പേജൊക്കെ ഔട്ട് ചെയ്ത സമയത്താണെങ്കിൽ പോലും പുസ്തകം കിട്ടാനില്ല എന്നുള്ള പരാതികൾ ഒരുപാട് വന്നിരുന്നു. അതുപോലെ തന്നെ ഓൺലൈനിൽ ഇത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ എന്താ പറയുക, നോമ്പ് വന്നു. ഈ നോമ്പ് വരുന്ന സമയത്ത് അറിയാലോ, അധികം ആളുകൾ പുസ്തകത്തിലേക്ക് പോകുന്നൊരു, നമ്മുടെ ഓഡിയൻസ് എന്തായാലും പുസ്തകത്തിലേക്ക് പോകുന്നത് കുറവായിരിക്കും. ഒരു 100% ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ ഒരു 30%, 40%ഒക്കെ മേ ബി പുസ്തകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് മാറുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് പുസ്തകം സെയിലില്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കഴിയുന്നതോടുകൂടി അറ്റ്ലീസ്റ്റ് എൻ്റെ വായനക്കാരെങ്കിലും വായിച്ചു തുടങ്ങുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്കൊക്കെ എത്തിയതോടുകൂടി ആളുകൾ വായിച്ചു തുടങ്ങി. എനിക്ക് നിത്യം 2, 3, 4 റിവ്യൂ കൊളാപ്സ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് പുസ്തകം വൈറലായി തുടങ്ങുന്നത്. ഇപ്പോൾ ഇതിൽ നസീഫ് ഇപ്പോൾ പുതിയ കാലത്തെ ഒരു ആളാണ്. നമ്മളെല്ലാം ഈ ഒരു കാലത്ത് ജീവിക്കുന്നൊരു കഥാപാത്രങ്ങളും വ്യക്തികളും ഒക്കെയാണ്. പക്ഷേ ഖദീജ പറയുന്നത് കുറച്ച് അധികം പഴക്കമുള്ള കഥയാണ്. പ്രത്യേകിച്ച് വസൂരിയൊക്കെയാണ് പ്രധാന പ്രമേയമായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത്രയധികം പഴക്കത്തിലേക്ക് പോകുന്നത്? അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫസ്റ്റ് വന്ന റിവ്യൂകളിൽ ആദ്യത്തെ ഒരു 100 റിവ്യൂവിലൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി പുതിയ കാലത്തെ എഴുതിയിരുന്നെങ്കിൽ മേ ബി ഇതിലേറെ ആളുകൾ വായിക്കപ്പെട്ടേക്കാം എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിലാണെങ്കിലും അതിന് മുമ്പാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആളുകൾ ഓടുന്നത് ഒരേ കാര്യത്തിന് വേണ്ടിയാണ്, ആളുകൾ ജീവിക്കുന്നത് ഒരേ കാര്യത്തിന് വേണ്ടിയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം, പരിഗണന, സമാധാനം, കുടുംബം, നിലനിൽപ്പ്, ഇതൊക്കെയാണുള്ളത്. അത് ഏത് കാലത്ത് പറഞ്ഞു കഴിഞ്ഞാലും കണക്റ്റ് ആവും. അത് നമ്മളങ്ങനെ പറയുന്നു എന്നുള്ളതിന് മാത്രമേ കാര്യമുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി നമ്മൾ ഈ 2K എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ 99 ആണ്, പക്ഷേ എന്നിരുന്നാലും 2K ഓൾമോസ്റ്റ് ഉൾപ്പെടുത്താം. ഈ 2K കിഡ്സ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത് വായിക്കാൻ കാരണം, അല്ലെങ്കിൽ കേട്ടറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാകാൻ കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കും. എല്ലാ കാലത്തും ഇമോഷൻസ് സെയിമാണ്, കമ്മിറ്റ്മെൻറ്റ് സെയിമാണ്. ഇപ്പോൾ 2K പറഞ്ഞുകൊണ്ടതിലേക്ക് ഒരു ചോദ്യം വരികയാണ്. ഇപ്പോൾ പറയുന്നത് പൊതുവെ 2K കിഡ്സ് അധികം വായനയിലേക്ക് വരുന്നില്ല, അവർ മറ്റൊരു ലോകത്തിലിങ്ങനെ കിടന്ന് കളിക്കുന്നൊരു സംഭവമാണ് പറയുന്നത്. അപ്പോൾ നസീഫിന് എന്താണ് തോന്നിയിട്ടുള്ളത്? ഞാൻ ഖദീജ എഴുതുന്നത് 2022 ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ്, ചിതലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ. ആ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 15-20K അടുത്ത് അതിന് ലൈക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2K എന്ന് പറയുന്ന ആളുകൾ, നമ്മളെന്താ പറയുക, 70s 80s ഒക്കെ ഫേസ്ബുക്കിലും 2K അതിനോട് അടുത്തുള്ള ഈ 95-ന് ശേഷമുള്ളവരാണ് ഇൻസ്റ്റാഗ്രാമിൽ അധികം കളിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിലുള്ള എഴുത്ത് പേജുകളുടെ എണ്ണം നോക്കിയാൽ മതി, അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ മതി ആളുകൾ എത്രത്തോളം വായിക്കുന്നുണ്ടെന്ന് അറിയാൻ. ജസ്റ്റ് കോട്ടുകൾ മാത്രമല്ല, ഷോർട്ട് സ്റ്റോറീസ് അധികം വരുന്നുണ്ട്, തുടർക്കഥകൾ വരുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ എഴുത്തുകളിൽ വരുന്നുണ്ട്. സോ ആളുകൾ വായിക്കുന്നുണ്ട്. മേ ബി കട്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഖദീജയിലേക്ക് വരികയാണെങ്കിൽ, ഖദീജയിലെ ഒരു പ്രധാന വിഷയം അല്ലെങ്കിൽ പ്രമേയമായി വരുന്നൊരു സംഭവമാണ് ഭർത്താവിന് മുൻ സ്നേഹബന്ധമുണ്ട് എന്ന് പറയുന്നത്. എത്രത്തോളം സ്ത്രീകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും, അത് ഏത് കാലത്താണെങ്കിലും? ഓഫ് കോഴ്സ് അതൊരു ചോദ്യമാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചറിൽ നസീഫ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമോ എന്നൊക്കെ ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഥയിൽ പറയുന്നുണ്ട്, ആയിഷ എന്ന് പറയുന്നത് ഒരു സുഹൃത്ത് തന്നെയാണ്. പക്ഷേ അവസാന നിമിഷങ്ങളിലും ആൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്നേഹം ഉൾക്കൊള്ളുന്നത് ഒരു സുഹൃത്തായിട്ടാണ്. അബൂക്ക എന്ന ക്യാരക്ടറിന് എപ്പോഴോ തോന്നിപ്പോയ ഒരു സ്നേഹം, അതായത് നോർമലി ഒരു ഫ്രണ്ടിനോട് തോന്നാവുന്ന, അത് ഇഷ്ടമാണെന്ന് തോന്നിയ ഒരു തോട്ട് മാത്രമാണ് എന്നുള്ളത് ഖദീജ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം അതിൽ അവസാന ലെറ്ററുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പക്ഷേ നിനക്ക് മുമ്പേ ഞാൻ ഖദീജയെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇഷ്ടമെന്ന് തോന്നിയൊരു തോന്നൽ പോലും എനിക്ക് ഇതിനോടുണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. അതൊരു തോന്നലാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പലരും അത് വായിച്ചിട്ട് മനസ്സിലാവാത്തതാണോ, അല്ലെങ്കിൽ വായനയുടെ ഒരിക്കൽ അത് വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടതാണ്.
ഓക്കെ. പിന്നീട് നമ്മൾ കഥയിലേക്ക് തന്നെ വരികയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പല കോട്ടുകൾ ഇങ്ങനെ കാണാൻ ശ്രദ്ധിക്കും. അത് മനഃപൂർവ്വം കൊണ്ടുവന്ന സംഭവമാണോ, അല്ലെങ്കിൽ അതിന് വിമർശനങ്ങൾ വന്നിട്ടുണ്ടോ? ഫസ്റ്റത്തെ ഒരു പകുതി, അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കഥയുടെ ബിൽഡപ്പായിരുന്നു. ഈ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴാണ് കഥയിലേക്ക് കൂടുതൽ ഇമോഷണൽ ആകുന്നത്, ആളുകൾ എനിക്ക് ഒഴുക്ക് കിട്ടുന്നതെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫ് വായിച്ചാലേ സെക്കൻഡ് ഹാഫിലുള്ള കണക്ഷൻ കിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ഞാൻ തുടങ്ങുന്നത്, അതായത് ആദ്യത്തെ 2 ചാപ്റ്റർ കഥാകൃത്തായിട്ടുള്ള ഞാനാണ് സംസാരിച്ചു തുടങ്ങുന്നത്. അതിൽ നിന്ന് പതിയെ ഞാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഖദീജ എന്നുള്ള ക്യാരക്ടറിലേക്ക്, അവരുടെ സംസാരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ തോട്ടിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെയൊക്കെ, അതായത് ഒരു 60-65 പേജ് വരെയൊക്കെ ഖദീജയുടെ തോട്ട് എങ്ങനെയാണ്, ഫ്യൂച്ചറിൽ ഖദീജ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ ഒരാളെക്കുറിച്ച് ഇത്രത്തോളം മനസ്സിലാക്കിയ ആളെ ഫ്യൂച്ചറിലുള്ള സിറ്റുവേഷനിൽ അയാൾ ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ മീൻസ് ഇങ്ങനെയൊക്കെ വിചാരിക്കും, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യും നമുക്ക് വിശ്വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളണമെങ്കിൽ ആളുടെ തോട്ട് നമ്മൾ അത്രത്തോളം ഉള്ളിലേക്ക് എടുക്കണം. സോ ആ തോട്ട്സാണ് ഓരോ പ്രാവശ്യം ഈ സ്റ്റാർട്ടിങ്ങിലുള്ള കോട്ട്സും കാര്യങ്ങളായിട്ട് വരുന്നത്. അത് എന്നെ ചിലരൊക്കെ അത് കല്ലുകടിയായിട്ട് പറയാറുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ലെങ്കിൽ അതിൻ്റെ എൻഡില്ല. കാരണം നമ്മൾ ചില പടങ്ങളിലൊക്കെ പറയാറുണ്ട് ക്ലൈമാക്സ് അടിപൊളിയാന്നുള്ളത്. അതുവരെ ആ നായകന് കൊടുത്ത ചെറിയ ചെറിയ മാനറിസം കൊണ്ടായിരിക്കും ക്ലൈമാക്സിൽ ഇങ്ങനെയും അയാൾ ചെയ്യാമെന്നുള്ളത് ഓഡിയൻസിന് വിശ്വസിക്കാവുന്ന പറ്റുന്ന രീതിയിലായത്. സോ ആ ഒരു ബിൽഡപ്പ് തന്നെ ആയിരിക്കാം. പിന്നെ വായനക്കാരൻ്റെ ഇഷ്ടമാണ്, മടുപ്പില്ലാതെ വായിച്ചവരുണ്ട്, ആ ഭാഗങ്ങൾ തീർത്ത് അവസാന ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ട് വായിച്ചവരുണ്ട്. നമുക്ക് അപ് ടു വായനക്കാരനാണ്. ഇപ്പോൾ ആയിഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിഷ ത്രൂ ഔട്ട് കഥയിലുണ്ട്. പക്ഷേ ആയിഷ ഒരു സ്ഥലത്ത് മാത്രമേ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ബാക്കിയെല്ലാം വാക്കുകളിലൂടെയാണ് ആയിഷ പറഞ്ഞു പോകുന്നത്. ഒരു സ്ഥലത്ത് ഒരു കത്തിലൂടെ മാത്രമാണ് ആയിഷ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ആയിഷയെ എങ്ങനെയാണ് അങ്ങനെ പ്ലേസ് ചെയ്യുന്നത്? കാരണം നമ്മൾ പല സമയത്തും പല സിനിമകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കഥ മുഴുവൻ പറയുന്നുണ്ടെങ്കിലും ആ ഒരാളെ കാണില്ല എന്നുള്ളത്. അത്തരത്തിലൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ആയിഷയെ തോന്നിയത്. എങ്ങനെയാണ് ആയിഷ എന്നുള്ളൊരു ക്യാരക്ടർ അങ്ങനെ പ്ലേസ് ചെയ്തത്? അതിൽ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് കഠിനകടോരാണ് ഏറ്റവും കൂടുതൽ. കഠിനകടോരത്തിൽ ജഹാൻ പാടിയൊരു പാട്ടുണ്ട്, ഒരു മരണത്തിനുമായിട്ട് കത്ത് പാട്ടുണ്ട്. ആ പാട്ടുകളാണ് ഞാൻ ഈ പുസ്തകം എഴുതിയ സമയത്ത് അധികവും കേട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഫാദർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉടനീളം വരുന്നുണ്ട്, അവസാനം പോലും കാണിക്കുന്നില്ല. ആ കത്തുകൾ മീൻസ് ആ കത്തുപാട്ടുകളൊക്കെ സംസാരങ്ങളാണ് ശരിക്കും. ആ വൈഫിൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ സംസാരങ്ങളാണ്. സോ ഒരു ക്യാരക്ടർ എവിടേക്കോ കാണിച്ചാൽ മതി, ചിലരതൊക്കെ ഇങ്ങനെ വന്നില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇതങ്ങനെ പറയുവാണെങ്കിലും ഖദീജ ആദ്യമേ പറയുന്നുണ്ട് ആയിഷക്കൊന്നും എൻ്റെ മുഖമാണ്. സോ ഖദീജ എന്താണോ അത് തന്നെയാണ് ആയിഷ. അത് 2 സോളായിട്ട് പോയിന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മേ ബി ആ പാട്ടുകൾ ഞാൻ കേട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസൊക്കെ ഞാൻ എടുക്കുന്നത് ആ പാട്ടുകൾ കേട്ടിട്ടാണ്. ഞാൻ എത്രയോ പ്രാവശ്യം ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സോ അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് വന്നത്. ഇപ്പോൾ അബൂക്ക എഴുതി കഴിഞ്ഞതിന് ശേഷം അബൂക്കയെ അവിടെ വിട്ട് വന്നതിന് ശേഷം അബൂക്ക ഇപ്പോൾ എവിടെയാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് പുസ്തകം എഴുതിയിട്ട് കുറച്ച് കാലം കഴിഞ്ഞ ശേഷം ഈ വായനക്കാരെ കിട്ടുമല്ലോ, ഇപ്പോഴും തുടക്കത്തിലുള്ള വായനക്കാരെ എനിക്കൊരു മെസ്സേജ് ആയിരിക്കും, അബൂക്കാനെ നമുക്ക് കെട്ടിക്കണ്ടേ, കുൽസുനെ നഴ്സറി ചേർത്തോ, അതുപോലെ ആമിനെ ഇങ്ങനെ വിട്ടാൽ മതിയോ, അങ്ങനെ അവരുടെ പേഴ്സണലി അവർക്ക് ഇഷ്ടപ്പെട്ട ആരൊക്കെയോ ആണെന്നുള്ള ഒരു തോട്ട് എനിക്കിടയ്ക്ക് വന്നിങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട്. നമുക്ക് കുൽസുവിനെ കാണാൻ പറ്റൂ, ഇൻ കേസ് ഇവർ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇപ്പോൾ എന്നോട് ഒരാൾ മെസ്സേജ് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ കുൽസുവിനെ ഒന്ന് പോയിട്ട് കാണണം, പുതിയ കാലത്തുള്ള ആളാണെങ്കിൽ മീൻസ് ഒരു പുതിയൊരു കഥ, ഇപ്പോൾ നിലവിലുള്ളൊരു കഥയെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയതാണെങ്കിൽ ആളുടെ വിദ്യാഭ്യാസം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ മേ ബി ക്യാരക്ടേഴ്സ് അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അടുത്തുള്ള ഏതൊരു മനുഷ്യൻ തോന്നിയതുകൊണ്ടായിരിക്കാം. ഇതിലും റിയൽ ലൈഫ് ഇൻസ്പിറേഷൻസ് ഉണ്ടോ ഇല്ല? അതിൽ പറയുന്നുണ്ട്, എല്ലാ കെട്ടുകഥകളും എവിടേക്കോ കേട്ട കഥകളുടെ ചേരുവകളാണ്. ഇപ്പോൾ പിന്നെ എഴുത്തിൻ്റെ ലോകത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ നസീഫ് എപ്പോൾ മുതലാണ് എഴുതി തുടങ്ങിയത്? ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ ചങ്ങായിമാർക്ക് വേണ്ടിയിട്ട് ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതൊന്നും എൻ്റെ പേരിലല്ലാത്തതുകൊണ്ട് പിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനൊരു പേജ് തുടങ്ങുന്നതൊക്കെ കോളേജ് കാലഘട്ടത്തിലാണ്.
ചിതലുകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ പൊതുവേ കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. സോ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് 2 ബസ്സും കയറിയിട്ട് വേണം പോകാൻ. സ്വാഭാവികമായിട്ടും ഈ വിൻഡോ സീറ്റുകൾ നമുക്ക് അങ്ങനെ എന്താ പറയുക മടുക്കില്ല എന്ന് പറയാം. പക്ഷെ നിത്യം കയറി കഴിഞ്ഞാൽ നമുക്ക് അതും മടുക്കും. സോ അങ്ങനെ എനിക്ക് തോന്നിയൊരു ക്യൂരിയോസിറ്റിയാണ് ശരിക്കും എഴുത്ത് എന്ന് പറയുന്നത്. പക്ഷേ അതെങ്ങനെയാണ്, യാത്രക്കിടയിലാണോ? യാത്രക്കിടയിൽ. കാരണം രാവിലെ എനിക്ക് സീറ്റ് ഉണ്ടാവും. രാവിലെ ഞാൻ നേരത്തെ വരുന്നതുകൊണ്ട് തന്നെ കണ്ടക്ടറായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് കുഴപ്പമില്ലാതെ. സോ കണ്ടക്ടറായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പനിയായി. അപ്പോൾ ആൾ എനിക്കെന്നും ബാക്കിലൊരു സീറ്റ് എടുത്ത് മാറ്റി വെച്ച് തരും. ഞാൻ 2 രൂപ കൊടുക്കുന്നതിന് പകരം 5 രൂപ കൊടുക്കുകയും ചെയ്യും. റിട്ടേണിലും അതുപോലെ എനിക്ക് കിട്ടാറുണ്ട്. സോ ആ ഒരു സമയം ഫ്രണ്ട്സൊന്നും ഇല്ല, ഒരു വൺ വേ ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്തതാണ്. സോ അതാണ് എഴുത്തിലേക്കുള്ളൊരു വരവ് എന്ന് പറയുന്നത്. നസീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നസീഫ് എന്നുള്ള വ്യക്തിയെ പരിചയപ്പെടുന്നതിന് മുൻപ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു പേജാണ് ചിതലകൾ എന്ന് പറയുന്നത്. എനിക്കൊണ്ട് 2 വർഷത്തിലധികമായിട്ട് ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ അടുത്താണ് ചിതലകൾ നസീഫിൻ്റെ ആണ് എന്നുള്ളത് ഞാൻ അറിയുന്നത്. ആ സമയത്ത് തന്നെ എനിക്കൊണ്ട് ചില കോട്ടുകൾ, ചില ടെക്സ്റ്റുകളുടെ താഴെ നസീഫ് കലയത്ത് എന്നുള്ള പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് മുതലേ സ്ട്രൈക്ക് ചെയ്തൊരു പേരാണത്. അപ്പോൾ ചിതലകൾ എന്ന് പറയുന്ന ഒരു പേജിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ആ ഒരു പേരിൻ്റെ ഉത്ഭവം, അതൊക്കെ എന്താണ്? തുടക്കം ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജ് കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയുക മടുപ്പാണ് സ്റ്റാർട്ടിങ്. പ്രത്യേകിച്ച് വലിയ എഴുത്തോ അല്ലെങ്കിൽ എഴുത്ത് പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരാൾ സ്വാഭാവികമായിട്ടും എഴുത്ത് തുടങ്ങുമ്പോൾ വിമർശനങ്ങൾ വരും എന്നുള്ള അല്ലെങ്കിൽ കളിയാക്കലുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോ ഒന്നും വെച്ചിട്ടൊന്നല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു 5K 6K ഒക്കെ അപ്പുറത്തേക്ക് എത്തുന്ന ശേഷമാണ് ഞാൻ ഫോട്ടോ ഒക്കെ വെക്കുന്നത്. അതും കോളേജിൽ കുറച്ച് പേരൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പം. സോ നമ്മൾ എങ്ങനെ വന്നാലും ഇത് മറച്ച് പിടിക്കുമ്പോൾ ആരെങ്കിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. സോ അങ്ങനെ നമ്മളുടെ ഫോണൊക്കെ അങ്ങനെ പബ്ലിക് ആയിരിക്കുമല്ലോ. സോ അതുകൊണ്ട് കാണുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു. ആളുകൾ കാണുന്നതിന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനതങ്ങനെ വലിയ സംഭവമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെന്താ ജസ്റ്റ് വെറുതെ ഓരോ തോട്ട്സ് ചെയ്തെന്നു അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിതലുകൾ എന്നുള്ള പേര് എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്നുള്ള ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സാഹിത്യപരമായിട്ട് മീൻസ് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും എനിക്ക് അപ്പം തോന്നിയത് അതാണ്. ചിതലുകളെന്ന് പേരുണ്ട്. ഞാൻ ശരിക്കും ആരെങ്കിലൊക്കെ ഫോളോവേഴ്സ് പണ്ടൊക്കെ ഈ ഒരു 10K ഒക്കെ മുമ്പ് ചോദിക്കുമ്പോൾ ഞാൻ പറയും മനുഷ്യരും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും മണ്ണിലേക്ക് അടിഞ്ഞു പോകുമ്പോൾ ചിതലുകൾക്ക് മാത്രമാണ് അവകാശപ്പെട്ടത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ മനസ്സുകളുടെ ഓർമ്മകളൊക്കെ ഈ മറവിയിലേക്ക് അടുക്കുമ്പോൾ അത് ഈ പേജിൻ്റെ ചിതലുകൾക്കാണ് അവകാശപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മകളും മനുഷ്യരെയൊക്കെ ഇതിൽ വരുന്ന കോട്ട് കൊണ്ട് മനസ്സിലാക്കുന്നതൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. സത്യം ഇതാണ്, എനിക്ക് അപ്പം തോന്നി, ഞാനത് ഇട്ടു, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു തോട്ട് കൈൻഡ് ഓഫ്. ഇപ്പോൾ നസീഫിനോട് എനിക്ക് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഇന്നസെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നസീഫിൻ്റെ ഇപ്പോൾ ഞാൻ പേജിലൂടെ ചിതലകളിലൂടെ ഞാൻ ഈ അടുത്ത് പോയ സമയത്തും ഒരു വീഡിയോ കണ്ടു, നല്ല മനുഷ്യർക്ക് എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട്. ശരിക്കും നസീഫിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പറ്റിക്കപ്പെടാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്, അങ്ങനെ ഒരു കോട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്കുകൾ പറയുന്നത്? എന്താണ്? ഞാൻ പറയാം. നമ്മൾ പൊതുവേ നമ്മൾ വിജയിച്ചു എന്ന് കരുതുന്നത് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടുമ്പോൾ മാത്രമാണ്. ചില അച്ചീവ്മെൻറ്റ്സ് നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ, ചില ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും വിജയിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാം നേടിയ മനുഷ്യന്മാർ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. സമാധാനത്തിന് കിടന്നുറങ്ങുന്നവരൊക്കെ അവർ മനസ്സുകൊണ്ട് ഫുള്ള് നേടിയവരായിരിക്കും. ചിലപ്പോൾ ചില അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടും നമുക്കൊരു ഫുൾഫിൽനെസ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് നമ്മൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങുന്ന നല്ല അച്ചീവ്മെൻറ്റ്സ് ഉള്ളൊരു മനുഷ്യനാണ്. പിന്നെ എഴുത്തുകളിൽ പറയുന്ന അത്ര നല്ല മനുഷ്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ വിനിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എൻ്റെ എഴുത്തുകൾ അധികം എന്നോടുള്ള സംസാരങ്ങളാണ്. മേ ബി എന്നെപ്പോലെയുള്ള ഒരുപാട് മനുഷ്യരുള്ളത് കൊണ്ടായിരിക്കാം ആ എഴുത്തുകൾ ക്ലിക്കായത്. ഞാൻ എൻ്റെ ആ പേജിൻ്റെ ബയോയിൽ പറയുന്നുണ്ട്, നിങ്ങളെന്താണോ അത് തന്നെയാണ് ഞാനും. നിങ്ങൾ മോശമാണെങ്കിൽ ഞാനും മോശമാണ്. നിങ്ങൾ നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനും നല്ലതാണ്. നമ്മൾ സ്വയം മിനിക്കാൻ വിചാരിക്കുന്ന ആളുകളാണ്, നമ്മളൊക്കെ ഒരേ തോട്ട് പ്രോസസ്സിലൂടെ പോകുന്ന ആളുകളാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാനും. ഓഫ് കോഴ്സ് ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളും ഞാനായിരിക്കണം. അല്ലാത്തൊരാൾക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഈ ബെന്യാമിൻ സാർ പറഞ്ഞ പോലെ അനുഭവിക്കാത്ത കെട്ടുകഥകൾ പറഞ്ഞാൽ അനുഭവിച്ച ആളുകൾക്കേ അത് അറിയുള്ളൂ. അതർവൈസ് അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മളിങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും. നല്ല മനുഷ്യന്മാരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെന്താ പറയുക, നല്ല മനുഷ്യന്മാരില്ല എന്ന് പറയും. നല്ല മനുഷ്യന്മാരെ കണ്ടവരെ അപേക്ഷിച്ചിടത്തോളം നല്ല മനുഷ്യന്മാരുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്.
അത്രയേ ഉള്ളൂ. അങ്ങനെ വലിയ ജീവിതാനുഭവങ്ങൾ ഉണ്ടോ പറയാൻ? ജീവിതാനുഭവങ്ങളുടെ അല്ല, നമ്മൾ ഒരുപാട് പേരെ കാണുമല്ലോ ജീവിതത്തിൽ. ഞാൻ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് മനുഷ്യന്മാർ, ഇപ്പോൾ വലിയ കാര്യങ്ങളൊണ്ടൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ കുറേ മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ രീതി കൊണ്ടായിരിക്കാം, അങ്ങനെ എന്തോ ആവാം. എനിക്ക് പൊതുവേ ഏറ്റവും പ്രധാനം പരിഗണന, കരുണ, സ്നേഹം. ഞാൻ കുറച്ചുകൂടി ഈ ഹ്യൂമൻ ബേസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ അതുകൊണ്ടെല്ലാം കാണുന്നത്. മീൻസ് ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും മിക്ക കാര്യങ്ങളും കാണുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ബേസിൽ നമ്മൾ ആളുകളെ കാണുന്നു, മാനുഷികമായിട്ടുള്ള പരിഗണന ആളുകൾക്ക് നൽകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി തന്നെയാണ്, പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഒന്നുമല്ലാതാവുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരാനുള്ള സാധ്യതയില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പറ്റിക്കപ്പെടുമ്പോൾ നമ്മൾ ചെറുതായി പോകുന്നുണ്ട് എന്നുള്ള തോട്ട് ശരിക്കും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാൾ, ഇപ്പോൾ ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളൊരാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് അയാൾ തന്നെ സ്വയം വിളിച്ചു പറയാണ്. ഇപ്പോൾ ഞാനൊരാളെ പറ്റിക്കുകയാണെങ്കിൽ എന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത, അത്ര ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് ഞാൻ അയാളോട് വിളിച്ചു പറയുന്ന പോലെയാണ്. ഞാനൊരാളെ നന്നായിട്ട് വിശ്വസിച്ചിട്ട് ഞാൻ പറ്റിക്കപ്പെടുകയാണെങ്കിൽ എനിക്കൊരു മനുഷ്യനെ വിലയിരുത്തലുകളില്ലാതെ അയാളെ സ്നേഹിക്കാനും അയാളെ പരിഗണിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന നല്ല ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനാണെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ എല്ലാ സമയത്തും പറ്റിക്കപ്പെടുന്നത് നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. ആദ്യത്തെ പറ്റിക്കപ്പെടലിലൊക്കെ നമുക്കിത് അപ്ലിക്കബിൾ ആണ്. ആദ്യത്തെ പ്രാവശ്യം പറ്റി, രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കത്തി കൊണ്ട് മുറിവ് പറ്റിയാൽ അത് നമ്മുടെ പ്രശ്നമാണെന്ന് കരുതാം. മീൻസ് പ്രശ്നമല്ല, അതൊരു കോമൺ കാര്യമായിട്ട് കരുതാം. മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം ശ്രദ്ധിക്കാതെ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നം തന്നെയാണ്. പറ്റിക്കപ്പെടുന്നതിൻ്റെ കേസിലും അത്രയേ ഉള്ളൂ. പുതിയൊരു മനുഷ്യനാൽ പറ്റിക്കപ്പെടുന്നത് അത്ര വലിയ സംഭവമല്ല. ഒരേ മനുഷ്യനാൽ പറ്റിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ വിഡ്ഢികളായി മാറുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മൾ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ DC പോലുള്ളൊരു പ്രസാധകർ പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് ഏതൊരു എഴുത്തുകാരൻ്റെയും ആഗ്രഹമാണ്. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ. അങ്ങനെ ഉള്ള DCയിൽ ഒരു തുടക്കക്കാരനായ നസീഫിൻ്റെ പുസ്തകം എത്തിയത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ടൊരു പറയാവുന്നത്? നേരത്തെ ജസ്റ്റ് ഒരു സൂചന പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്കിത് ഓഡിയൻസിനോട് കൂടി പറയാനുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്ന ഒരു കാര്യം DCയിൽ എങ്ങനെ പുസ്തകം പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല, ഫസ്റ്റ് ബുക്കാണ്. എന്നെ അറിയുന്നതിനെ സംബന്ധിച്ചിടത്ത് പോലും ഞാനിത് പെയ്ഡ് ആയിട്ടാണോ ചെയ്തത്, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കയ്യൊപ്പാണ്, പടച്ചവൻ്റെ കയ്യൊപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഞങ്ങളിത് സംസാരിച്ച് കൃത്യം 1 വീക്കിൻ്റെ ഉള്ളിൽ എനിക്ക് DCൻ്റെ ഒരു സബ് എഡിറ്റർ ആയിട്ടുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലേഡി. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവർ വല്ല മാഗസിൻസോ അല്ലെങ്കിൽ ഈ ചെറിയ എഴുത്തുകാരെ വെച്ചിട്ട് മാഗസിൻസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. സോ ഞാൻ അവരോട് ഡീറ്റെയിൽസ് ചോദിച്ചു. ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, മാഗസിനോ അല്ലെങ്കിൽ ചെറുകഥകളൊന്നുമല്ല, നസീഫ് എഴുതിയിട്ടുള്ള പുസ്തകം മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ DCക്ക് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് അവരുടെ ഒരു റിപ്ലൈ വന്നത്. ഞാൻ അപ്പോഴും വിചാരിച്ചത് ഫേക്ക് ആയിരിക്കും അല്ലെങ്കിൽ വല്ല സ്പാം ആയിരിക്കും. കാരണം DC ഇങ്ങനെയാണോ ഒരാളെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട്. കാരണം എന്തുകൊണ്ടായിരിക്കും അവർ കണക്ട് ചെയ്തിട്ടുള്ളത്? അതിലേക്ക് വരാം. ആ ഒരു തോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് നേരം പ്രോസസ്സ് എടുത്തു. അപ്പോൾ ഞാൻ എന്താണ് അടുത്ത പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ എഗ്രിമെൻ്റ് അയച്ച് തരാമെന്ന് പറഞ്ഞു. സോ ഞാൻ അപ്പോഴാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുറച്ച് റൈറ്റേഴ്സിനെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുമ്പത്തെ റൈറ്റിങ്സും കാര്യങ്ങളും വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. സോ അത് കണ്ടിട്ട് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളൊരു കമ്മിറ്റി എന്തുകൊണ്ട് നമ്മളങ്ങനെ സെലക്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. പുതിയ എഴുത്തുകാർ ഇപ്പോൾ അഖിലും നിമ്നയൊക്കെ ക്ലിക്കായി നിൽക്കുന്ന സമയമായിരുന്നു, അത് കഴിഞ്ഞ വർഷമാണ്. സോ അവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വന്ന എഴുത്തുകാരാണല്ലോ. സോ അങ്ങനത്തെ ആളുകളെ കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് അവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ വീണ്ടും സ്ക്രിപ്റ്റ് അയച്ച സമയത്ത് ഞാൻ ചോദിച്ചു ഇത് തള്ളിപ്പോകും. കാരണം അവർ ഇതുവരെ എൻ്റെ ഞാനൊരു പുസ്തകമായിട്ട് എഴുതിയിട്ട് അവർ കണ്ടിട്ടില്ല. ചെറിയ 4, 5, 6 സ്ലൈഡിൽ കാണുന്ന ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ ഇല്ല, നമ്മൾ എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ പോകാറില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി പുസ്തകം സംഭവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അത് പടച്ചോൻ്റെ കയ്യപ്പം. നമ്മൾ മനസ്സ് കാണുന്നത് പടച്ചോൻ നടത്തി തന്ന പോലെയാണ്. ഇതിൻ്റെ എൻഡിലേക്കാണ്, ഇതിൻ്റെ റിസൾട്ടിലേക്കാണ് ഞാൻ വിചാരിക്കുന്നത് തന്നെയാണ്. പടച്ചോൻ്റെ ഒരു കയ്യൊപ്പായിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് പുസ്തകങ്ങളുടെ പ്രൊമോഷനും എഴുത്തുകാരെ കണ്ടെത്തുന്നതിലൊക്കെ? സോഷ്യൽ മീഡിയ ഒരുപാട് രീതിയിൽ പങ്ക് വഹിക്കുന്നുണ്ട്. വിമർശിക്കാനും സുഖമാണ്, പ്രശംസിക്കാനും സുഖമാണ്.
ഞാൻ ഏതോ ഒരു യുവ എഴുത്തുകാരൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എഴുത്തുകാരോടൊന്നും അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല, അത്രക്ക് നല്ല വ്യക്തികളല്ല സംസാരിക്കാൻ പാകത്തിനെന്നുള്ളത്. ഒരു പഴയ എഴുത്ത് മുമ്പ് അത്യാവശ്യം എഴുതി ഞാനൊക്കെ വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറയുന്നത്, ഒരു പ്രായമായിട്ടുള്ള എഴുത്തുകാരൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് എഴുത്തുകാരോട് സംസാരിക്കാൻ ഒരുപാട് അവസരം കിട്ടും. അതൊരു നല്ലൊരു ചോയ്സാണ്. കാരണം പുതിയ വായനകൾക്ക് അല്ലെങ്കിൽ പുതിയ വായനക്കാർക്ക് അവരുടെ ആശയങ്ങൾ പറയാനൊക്കെ ഈ സോഷ്യൽ മീഡിയ മെച്ചപ്പെടുന്നുണ്ട്. സോ എഴുത്തുകാരോട് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കത്തുകൾ അയക്കണമല്ലോ, ഈ അഡ്രസ്സുകൾ കണ്ടെത്തി കത്തുകൾ അയക്കണം. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട്. സോ ആർക്കും വിമർശിക്കാം, പരസ്യമായിട്ടും രഹസ്യമായിട്ടും വിമർശിക്കുകയും ചെയ്യാം, പ്രശംസിക്കുകയും ചെയ്യാം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക്, ഏതൊരാൾക്കും ഇതിനെ വിമർശിക്കാനും പ്രശംസിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മലയാളത്തിൽ PhD അല്ലെങ്കിൽ MA മലയാളം വേണം ഒരു പുസ്തകത്തെ വിമർശിക്കാൻ, അല്ലെങ്കിൽ പണ്ടൊരു പുസ്തകത്തെ വിമർശിക്കണമെങ്കിൽ അല്ലെങ്കിൽ പുസ്തകത്തെക്കുറിച്ചൊരു നിരൂപണം എഴുതണമെങ്കിലോ ആളുടെ ക്വാളിറ്റിയും കൂടി അത് പ്രസിദ്ധീകരിക്കുന്ന ആളുകൾ നോക്കുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിൽ അത് വേണ്ടല്ലോ. നമുക്ക് നമ്മുടെ പേജിൽ എന്തും ചെയ്യാം. നമുക്ക് നമ്മുടെ പേജിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിൽ അതിന് ക്രിട്ടിക്കായിട്ട് അനാലിസിസ് നടത്താം, അല്ലെങ്കിൽ അതിൽ നമുക്ക് കിട്ടിയ ഒരു വായനാനുഭവം പറയാം. അത് ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വിമർശിക്കപ്പെടേണ്ട സാധനമാണ്, വിമർശിക്കപ്പെടേണ്ട വേണം. അത് നമ്മൾ വിമർശിക്കുന്നത് എങ്ങനെയാണ് വേണം. അതിപ്പോൾ എന്താ പറയുക, പ്രശംസിക്കുകയാണെങ്കിലും വിമർശിക്കുകയാണെങ്കിലും വ്യക്തിഹത്യ വരാതെ ചെയ്യുന്നതൊക്കെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പറഞ്ഞു കേൾക്കുന്നൊരു സംഭവമാണ്, ഇപ്പം നമ്മുടെ ഒരു എഴുത്തുകാരെന്ന് പറയപ്പെടുന്നൊരു വിഭാഗം ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ കണക്ക് കൂട്ടലിൽ പല യുവ എഴുത്തുകാരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ചെയ്യുന്നവരൊക്കെ അത്ര വലിയ എഴുത്തുകാരോ ഒന്നുമല്ല, അവർ ഗിമ്മിക്കുകൾ കാണിക്കുന്നവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പുതിയ എഴുത്തുകളിലൊക്കെ ഞാൻ പൊതുവെ കണ്ടുവരുന്ന സാധനം ഈ പുസ്തകം സാഹിത്യത്തിന് ഒന്നും നൽകുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പുസ്തകമാണെങ്കിലും ഇങ്ങനെ പറയുന്ന എല്ലാവരുടെ പുസ്തകങ്ങളാണെങ്കിലും ഒന്നും നൽകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നാളെ ഇപ്പോൾ ഒരുപാട് നല്ല വായനക്കാരുണ്ടാവും. ആ വായനക്കാരൊക്കെ വായിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ നമ്മൾ സാഹിത്യം എന്ന് പറയുമ്പോൾ പലർക്കും കട്ടിയുള്ള വാക്കുകളാണല്ലോ, അത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള പുതിയ വായനക്കാരെ കൊണ്ടുവരുന്നത് മേ ബി ഇതുപോലത്തെ പുതിയ എഴുത്തുകാരായിരിക്കും. അല്ല, ഈ ആത്യന്തികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം, വായന എന്നുള്ളത് ആളുകളിലേക്ക് പുസ്തകം എത്തുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മളെല്ലാം വായിച്ചിട്ടുള്ളത് ബഷീറിൻ്റെ പുസ്തകങ്ങളായിരിക്കും. എനിക്കൊണ്ട് കേരളത്തിലെ എഴുത്തും വായനയും അറിയുന്ന 90% ആളുകളും ഒരു ബഷീറിയൻ കഥയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരത്തിലെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുസ്തകം ഈ സാഹിത്യ ലോകത്തിന് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ ഇപ്പോൾ പുതിയ എഴുത്തുകാരാണെങ്കിലും പഴയ എഴുത്തുകാരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങളുടെ ഏതെങ്കിലും പുസ്തകം വായിച്ച ഒരാൾ എൻ്റെ പുസ്തകം കൊണ്ടാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ എൻ്റെ പുസ്തകം കൊണ്ടാണ് എപ്പോഴോ മുടങ്ങിപ്പോയൊരു വായന വീണ്ടും തുടങ്ങിയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു വായനക്കാരനാണ് ഈ സാഹിത്യ ലോകത്തിനും ആ എഴുത്തുകാർക്കും ഒക്കെയുള്ള എൻ്റെ സമ്മാനം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പുസ്തകം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ, ബാക്കിയുള്ള പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരെ വായനയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. മേ ബി എൻ്റെ 2-3 കോഴ്സ് മാത്രം വായിച്ചു പോന്നിരുന്ന ഒരാൾ ഒരു പുസ്തകം വായിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയുന്നത് ഖദീജയിലൂടെ ആണെങ്കിൽ ആ വായനക്കാരനെ ഞാൻ കൊടുത്തതാണ് എൻ്റെ സംഭാവന. അല്ലെങ്കിൽ പുതിയ നല്ല സാഹിത്യകാരന്മാരായിട്ടുള്ള എഴുത്തുകാർക്കുള്ള എൻ്റെ സമ്മാനം എന്ന് പറയുന്നത് അത് നമ്മൾ നേരെ കൊടുക്കുകയല്ല, ഇൻഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇതിലിപ്പോൾ ഒരു വരിയാണ് നമുക്ക് അവസാനിപ്പിക്കാനായി. അല്ലെങ്കിലും നമ്മളിൽ നിന്നും ചില മനുഷ്യരല്ലേ ഇറങ്ങിപ്പോകുന്നുള്ളൂ, അവരുടെ ഓർമ്മകളല്ലല്ലോ, അവർ നമ്മളിലുണ്ടാക്കിയ നമ്മളല്ലല്ലോ. മനുഷ്യർക്ക് ഇറങ്ങിപ്പോകാനും ഇറക്കി വിടാനും എളുപ്പമാണ്, ഓർമ്മകളെ ഇറക്കി വിടാനാണ് പാട്. അതൊരു വല്ലാത്ത പാട് തന്നെയാണ്. ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് അത് എഴുതിയത്. എനിക്ക് പേജിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എനിക്ക് പണ്ടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു ആളുകൾ കഥകൾ പറയുന്നത് കേൾക്കാൻ. ഒരു സമയം കഴിയുമ്പോൾ ഈ പറയുന്ന കഥകൾ അത്രയും സെയിമാണ്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഇമോഷൻസ് സെയിമാണ്. ഒന്നെങ്കിൽ ഫ്രണ്ട്, അല്ലെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇതേ വിഷയങ്ങൾ തന്നെയാണ് എല്ലാ സമയത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമോഷൻ ഒരു കോട്ടം കണ്ട് 7 കഥകളെ ഭൂമി ലോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആളുകളെ മീൻസ് ഒരേ കാര്യമാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പല രീതിയിലാണ് മാത്രം. മേ ബി ചിലപ്പോൾ വഞ്ചന തന്നെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക.
അല്ലെങ്കിൽ ആരോ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ കൊണ്ടുവന്ന സിറ്റുവേഷനും കൊണ്ടുവന്ന ആളുകളിലും വ്യത്യാസം ഉണ്ടാവുന്നു. ഇമോഷൻസ് ഒക്കെ സെയിമാണ്. അതുകൊണ്ടാണ് അപ്പോൾ അതിലൊക്കെ ആളുകളിങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ പണ്ടൊക്കെ ഈ കഥകൾ കേൾക്കുമ്പോൾ എല്ലാ കഥകൾക്കും സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുമെന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറയാൻ പറ്റും എന്നുള്ളൊരു ധാരണയൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നീട് കഥകളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയി തുടങ്ങി. ചെറിയ ചെറിയ കഥകളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ചിന്തിക്കുമെന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഇതിനിപ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനത്തെ കഥകളൊക്കെ കേട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് ചില വരികൾക്ക് ആയം കൂടുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഇൻടേക്ക് ചെയ്യുന്ന വായനക്കാരന്, ഇപ്പോൾ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് വായനക്കാരനിലാണ് എഴുത്തിൻ്റെ ഭംഗിയുള്ളത്. ഞാൻ പണ്ടൊക്കെ എഴുതുമായിരുന്നു, ഞാൻ എന്ത് എഴുതി എന്നതിന് മാത്രമാണ് ഞാൻ ഉത്തരവാദി. നിങ്ങളതെങ്ങനെ വായിച്ചു, നിങ്ങളതെങ്ങനെ ഉൾക്കൊണ്ടു എന്നതിന് ഞാൻ ഉത്തരവാദിയില്ല. അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഇതുപോലെയുള്ള നോർമൽ കോഡ്സ് ആണെങ്കിലും അത് ആളുകൾ എടുത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ നസീഫിൻ്റെ പുസ്തകം ഇത് എൻ്റെ കയ്യിലുള്ളത് 6ാം പതിപ്പാണ്. ഇപ്പോൾ എത്രാമത്തെ പതിപ്പാണ് പോകുന്നത്? ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നെന്തോ സ്റ്റോറിയിൽ 11ാം പതിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അത്രയായി. 50,000 കോപ്പി വിറ്റു എന്നാണ് 3 മാസം കൊണ്ട് DC പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സാമ്പത്തികമായിട്ട് ഒരു എഴുത്തുകാരന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ ഉള്ളത്? സാമ്പത്തികമായിട്ട് ഒരു 5-6 ബുക്കൊക്കെ ക്ലിക്ക് എല്ലാ കാലത്തും ഇങ്ങനെ സ്പോട്ടിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. പുതിയ റൈറ്റർ എന്ന രീതിയിൽ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാനും ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാനിതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ 2 പ്രാവശ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റയച്ച പുസ്തകം 2 പ്രാവശ്യം ഏറ്റവും ടോപ്പിൽ ഖദീജ ആയിരുന്നു. ആ സമയത്ത് എഡിറ്റേഴ്സ് ഇത് അറിയിക്കുമ്പോൾ, ആളുകൾ വന്ന് ആശംസകൾ അറിയിക്കുമ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ ഭയങ്കര വണ്ടറായിട്ട് നോക്കിയിരിക്കുക, ഇത് ഇത്ര വലിയ സംഭവമാണ്. മീൻസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതായത് എല്ലാ ലാംഗ്വേജും, ഇംഗ്ലീഷ് അടക്കമുള്ള എല്ലാ ലാംഗ്വേജും നോക്കിയിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളിൽ ഓരോ വീക്കിൽ വരുന്നത്. നെൽസൺ എന്തോ ബേസ്ഡ് റിസൾട്ടാണ്. സോ അവരുടെ സർവേ പറയുന്ന. സോ അങ്ങനെ നോക്കുമ്പോൾ മേ ബി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എനിക്കിതിൻ്റെ ഒരു ഡെപ്ത് അറിയാത്തതുകൊണ്ട്, ഇതിൻ്റെ ഒരു വലിപ്പം അറിയാത്തതുകൊണ്ടായിരിക്കാം. കാരണം ഞാനൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചു വന്ന മനുഷ്യനോ, ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന സാധനം ആളുകൾ നോട്ടീസ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ മിനുക്കി കൊണ്ടുവന്ന മനുഷ്യനാണ്. അല്ലാതെ ഞാൻ ഇൻബോണായിട്ട് എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരനാകണം എന്ന് ആഗ്രഹിച്ച് വന്നൊരു മനുഷ്യനൊന്നുമല്ല. നമ്മുടെ അടുത്തുള്ളൊരു സാധനം പഠിച്ചവനിങ്ങനെ തന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ റിയലൈസ് ചെയ്യുമല്ലോ, ആ സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് മിനുക്കി ഞാൻ എൻ്റെ സൈഡിലൂടെ കൊണ്ടുപോയിരുന്നൊരു സംഭവമാണ്. എഴുത്തല്ല എൻ്റെ ജീവിതം എന്ന് ഞാൻ പറഞ്ഞേക്കുന്നു. ഓക്കെ, നസീമിൻ്റെ ജീവിതം എന്താണ്, പിന്നെ ഫാമിലി, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയുന്നത്? ഞാൻ മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറയുന്ന അറവങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉപ്പ, ഉമ്മ, അനിയൻ, അനിയത്തിയാണ് വീട്ടിലുള്ളത്. അനിയനും അനിയത്തിയും പഠിക്കുകയാണ്. ഉമ്മ ഹൗസ് വൈഫാണ്. ഉപ്പ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കച്ചവടക്കാരനാണ്. സോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് NGOs കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സൗണ്ട് മാറിയാലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോക്ക് ശരിയല്ല, നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം എന്നെ കോൺടാക്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് കമ്പനി ഇല്ലാത്ത ഫ്രണ്ട്സൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്താണ് വർത്തമാനം എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാർ ചുരുക്കമാണ്. അങ്ങനത്തെ മനുഷ്യന്മാരെല്ലാം ഭയങ്കര കംഫർട്ടുമാണ്. എൻ്റെ ഫാമിലിയിലും അതുപോലെ തന്നെ. ഇതാണ് എൻ്റെ ഒരു ഫാമിലി സിറ്റുവേഷൻ. നാട്ടിൽ പഠിച്ചതൊക്കെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അടുത്ത പുസ്തകത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വന്നു തുടങ്ങിയ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അടുത്ത പുസ്തകം എന്ന് പറയുന്നത്, ആദ്യ പുസ്തകം ഇത്രയും പേര് വായിച്ചത് കൊണ്ട് അടുത്ത പുസ്തകം പ്രതീക്ഷകൾ ആളുകൾ വെക്കുക എന്നുള്ളൊരു പ്രതീക്ഷാഭാരം വലുതാണ്. ആ ഒരു കനം എൻ്റെ ഒരു റിമൈൻഡറായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടൻസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എഴുതും എന്നല്ല, സംഭവിക്കാതിരിക്കാം. പ്രഡിക്റ്റബിൾ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതും അങ്ങനെ തന്നെയാണ്. ഖദീജ എന്ന് പറയുന്നത് ഞാനങ്ങനെ വിചാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ് എൻ്റെ മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള കഥകളൊക്കെ പിന്നീട് ഓരോ സിറ്റുവേഷൻസ്, ഓരോ ആളുകളുടെ, നമ്മുടെ ചുറ്റുപാടുള്ള ചില ആളുകളുടെയൊക്കെ കാഴ്ചപ്പാടുകൾ, മാനറിസമൊക്കെ എടുത്തിട്ടാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സിറ്റുവേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞു പോകട്ടെ, ഇനിയും ഒരുപാട് നല്ല എഴുത്തുകൾ ഉണ്ടാവട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.